നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ, വനിതാ സഖാക്കൾ നിർഭയത്വത്തിൻ്റെയും നിഷ്കളങ്ക സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും പര്യായമായിരുന്നു എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അത്തരത്തിലുള്ള സഖാക്കളായിരുന്നു സഖാവ് സുഭദ്രാമ്മ തങ്കച്ചി, രാധമ്മ തങ്കച്ചി, കൂത്താട്ടുകുളം മേരി ചേച്ചി തുടങ്ങി എത്രയെത്രയോ വനിതാ സഖാക്കൾ. ഞാൻ അവസാന ഘട്ടത്തിൽ എല്ലാവരുടെയും പേരുകൾ പ്രത്യേകമായിട്ട് പറയും. സഖാവ് രാധമ്മ തങ്കച്ചിയെയും സുഭദ്രാമ്മ തങ്കച്ചിയെയും ഒന്നിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഹോദരിമാരായിരുന്നു. AISF പ്രസ്ഥാനത്തിലൂടെയാണ് സുഭദ്രാമ്മ തങ്കച്ചി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. തൻ്റെ എണ്ണക്കാട്ട് കുടുംബത്തിലെ മുഴുവൻ സഹോദരങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുമായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലം. സഖാവ് സുഭദ്രാമ്മ തങ്കച്ചിയെക്കുറിച്ച് പറയുമ്പോൾ AISFൻ്റെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും ഏറ്റെടുത്തിട്ടുള്ള സഖാവായിരുന്നു അവർ വിവാഹിതയായി തൻ്റെ മൂത്ത മകളായിട്ടുള്ള കൽപ്പനയെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് അവരുടെ വീട്ടിൽ പോലീസ് സെർച്ചിനായിട്ട് വരുന്നത്. സെർച്ച് വാറണ്ടോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. സെർച്ചിൻ്റെ സമയത്ത് അവിടെ അനിയത്തിയായിട്ടുള്ള രാധമ്മ തങ്കച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. 18 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള രാധമ്മ തങ്കച്ചിയെ പോലീസ് സ്പർശിക്കുകയും അതോടൊപ്പം തന്നെ രാധമ്മ തങ്കച്ചിയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് പോലീസ് കൈക്കലാക്കുകയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട പല രേഖകളും അവർ കൈക്കലാക്കുകയും ചെയ്തപ്പോൾ താൻ പ്രസവിച്ച് കിടക്കുക എന്നുള്ള ഓർമ്മ പോലുമില്ലാതെ, അവർ പ്രസവിച്ച് ഒരു 2 മാസം പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ കൊച്ചു കുഞ്ഞിനെ അവിടെ വെച്ചുകൊണ്ട് അവർ ഉടനെ തന്നെ അനിയത്തി രാധമ്മയെയും കൂട്ടിപ്പോകുന്ന പോലീസിൻ്റെ പിന്നാലെ ഓടുകയും അനിയത്തിയെ പിടിച്ച് മാറ്റുകയും അതോടൊപ്പം തന്നെ അപ്പോൾ പോലീസ് ഇവരെ സ്പർശിക്കുകയും ചെയ്തപ്പോൾ പോലീസിനെ വഴിയിൽ കണ്ടൊരു വേലിയിലുള്ള കമ്പെടുത്ത് ശക്തമായിട്ട് അടിക്കുകയും പോലീസ് അനിയത്തിയെ വണ്ടിയിൽ കയറ്റിയപ്പോൾ പോലീസ് വണ്ടിയുടെ മുൻഭാഗത്ത് കയറി നിന്ന് ചാടിക്കയറി, അവർ പ്രസവിച്ച ഒരു ബോധ്യം പോലും അവർക്കില്ലായിരുന്നു എന്നാണ് പല ഇൻ്റർവ്യൂകളിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അവർ ചാടിക്കയറി വണ്ടി പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പോലീസും ആളുകളൊക്കെ ഓടിക്കൂടി പോലീസ് ഇവരെയും ഇവരുടെ അനിയത്തിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാനുണ്ടായത്. പോകുന്ന വഴിയിലൊക്കെ തന്നെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ഇവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കേണ്ടത്. ആ കർഷക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളോട് ഇവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെൻ്റെ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ പോയിട്ടുള്ളത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പിന്നെ 2 വർഷത്തോളം അവർ ജയിൽവാസം അനുഭവിക്കേണ്ടായി. രാധമ്മ തങ്കച്ചിയും അതുപോലെ തന്നെ ജയിൽവാസം അനുഭവിക്കേണ്ടായി. രാധമ്മ തങ്കച്ചി പിന്നീട് സഖാവ് ഉണ്ണിരാജയെ വിവാഹം കഴിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മഹിളാ സംഘത്തിൻ്റെയും നേതൃനിരയിലേക്ക് വളർന്നു വരികയും ചെയ്തു. സുഭദ്രാമ്മ തങ്കച്ചിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കുഞ്ഞുങ്ങളും വീട്ടിലെ പ്രയാസങ്ങളും ബാധ്യതകളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായിട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒട്ടേറെ ത്യാഗം സഹിച്ച സഖാക്കളാണ് നമ്മൾക്കുള്ളത്. അതുപോലെ തന്നെ സഖാവ് മേരി ചേച്ചി, കൂത്താട്ടുകുളം മേരി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ആവേശമായിട്ടാണ് ഇപ്പോഴും നമുക്ക് കണക്കാൻ കഴിയും. ധീരതയുടെ, സ്നേഹത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം. അത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സഖാവ് കൂത്താട്ടുകുളം മേരി എന്ന മേരി ചേച്ചി ക്ലാസ്സിൽ നിന്ന് ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഗാന്ധിജിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ക്ലാസ് വിട്ടിറങ്ങിപ്പോകുന്നത്. ക്ലാസ് വിട്ടിറങ്ങിപ്പോയിട്ടുള്ള മേരി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ വീട്ടിൽ വലിയ രാഷ്ട്രീയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അമ്മ വീട്ടിൽ നിന്നാണ് അവർ രാഷ്ട്രീയം ഉൾക്കൊണ്ടിട്ടുള്ളത്. രാഷ്ട്രീയ ബോധമുള്ളൊരു കുടുംബമായിരുന്നു അമ്മ വീട്. അതുകൊണ്ട് തന്നെ മേരി ചേച്ചിയുടെ മനസ്സിനുള്ളിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ രാഷ്ട്രീയ ബോധമുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകൃഷ്ടയാവുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പഠിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും അവരെ അറസ്റ്റ് ചെയ്യുന്ന രീതി, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നുള്ള വെല്ലുവിളി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജന്മിത്വത്തിൻ്റെ വെല്ലുവിളി. അങ്ങനെ സ്ത്രീയാവുമ്പോൾ അവളെ സമുദായത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടായിരുന്നു മേരി ചേച്ചി
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയത്. നല്ല ആരോഗ്യമുള്ള പെൺകുട്ടിയായിരുന്നു മേരി ചേച്ചി. അതുകൊണ്ട് തന്നെ ചേച്ചിയെ ഏൽപ്പിക്കുന്ന എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തിരുന്നു. രഹസ്യമായിട്ട് സഖാക്കൾക്ക് കത്തുകൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരുന്നു മേരി ചേച്ചി ഏൽപ്പിച്ച കൃത്യം. എന്നാൽ മേരി ചേച്ചി അത് ആൺവേഷം കെട്ടിയും പെൺകുട്ടിയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ട്രൗസറും ഷർട്ടും ഇട്ടുകൊണ്ട് രാത്രികാലങ്ങളിൽ പകൽകാലങ്ങളിലൊക്കെ തന്നെ സഖാക്കളെ ഈ കത്തുകളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്ത് അറസ്റ്റ് വാറൻറ്റ് വന്നപ്പോൾ അച്ഛൻ മേരി ചേച്ചിയെ വിളിച്ച് ചോദിച്ചു, ഒന്നുകിൽ നിനക്ക് നിൻ്റെ അറസ്റ്റ് ഒഴിവാക്കി നിനക്ക് വീട്ടിൽ നിൽക്കാം, എന്ത് വേണമെന്ന് ഈ തീരുമാനിക്കണമെന്ന്. യാതൊരു ശങ്കയും ഇല്ലാതെ മേരി ചേച്ചി പറയുകയുണ്ടായി, എനിക്ക് പാർട്ടിയാണ് വലുത്, എനിക്ക് വീടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ജയിലിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യമായിരുന്നു. ഒരു സ്ത്രീ മേരി ചേച്ചിയുമായിട്ട് പിന്നീട് പലതവണ പഴകാനും അതുപോലെ തന്നെ ചേച്ചിയുടെ വാത്സല്യമൊക്കെ ഏറ്റുവാങ്ങാനും കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ വെറും ശിശുക്കളാണെന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നു. കാരണം ഇവരുടെയൊക്കെ ജീവിതം തന്നെ, ജീവൻ പോലും സമർപ്പിക്കപ്പെട്ട് വളർത്തിയെടുത്ത പ്രസ്ഥാനമാണിത്. കാരണം ജയിലിൽ പോയിട്ട് ഒരു പെണ്ണെന്നുള്ള രീതിയിലുള്ള അവരുടെ നീണ്ട രണ്ട് ഭാഗവും പിന്നിട്ട മുടി പിടിച്ച് വലിച്ചുകൊണ്ട് അവരുടെ കഴുത്തിന് ഞെക്കുകയും അതുപോലെ തന്നെ തുടയിൽ 2 പോലീസുകാർ കയറി നിന്നു. 100 അടി അടിക്കാൻ, ചൂരൽ കൊണ്ട് കാൽവണ്ണയിൽ 100 അടി അടിക്കാനാണ് നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥൻ പോയിട്ടുള്ളത്. കാലിനടിയിൽ നിന്ന് രക്തമൊഴുകി. എന്നിട്ടും സഖാവ് മേരി ചേച്ചി നമ്മൾ കൈകൂപ്പി പറയേണ്ടത്, ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചതെന്നോ ആർക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രേഖകൾ അവർ ഏൽപ്പിച്ചതെന്നോ പറയാൻ തയ്യാറായില്ല. അവർ ഈ പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ തയ്യാറായില്ല. ജീവൻ പോയാലും ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ഈ പാർട്ടിയാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ക്രൂരമായിട്ടുള്ള നിരന്തരമായ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പോരാട്ടങ്ങൾ നയിച്ചിട്ടുള്ള സഖാവാണ് കൂത്താട്ടുകുളം മേരി ചേച്ചി. ചേച്ചിയെയും ഈ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സ്നേഹത്തോടു കൂടി 100 പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അനുസ്മരിക്കുകയാണ്.